വരൂ ഗായ്സ്, ആറാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മമ്പയർ ബപ്പം കൈ വെച്ച് ഒരു എലിശ്ശേരി തയ്യാറാക്കാം. ഇതിന് ആവശ്യമായ സാധനം ചിരകിയ തേങ്ങ, ചെറിയ ജീരകം, വറ്റൽമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. കഴുകി വൃത്തിയാക്കിയ മമ്പയർ നമുക്ക് കുക്കറിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. മമ്പയർ ആദ്യം വേവിച്ചെടുക്കണം. വെള്ളപ്പയറിനെയും കാട്ടിയും ടേസ്റ്റ് കൂടുതൽ ചുവന്ന പയറാണ്. ഞാൻ ഇന്നെടുത്തത് വെള്ളപ്പയറാണ്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത മമ്പയർ അതിലേക്ക് ബപ്പങ്കായി ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കണം. ബപ്പങ്കായിന് കപ്പളങ്ങ എന്നും പറയും. ഞങ്ങളിതിന് ബപ്പങ്കായി എന്ന് പറയുന്നത്. ഒഴുക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കണം. ഇത് അധികം മൊതിയൊന്നും വേണ്ട, ഒന്ന് ഒതുക്കിയാൽ മതി. കപ്പളങ്ങയും മമ്പയറും നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ കടുക് പൊട്ടിച്ചെടുക്കണം. ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് വറ്റൽമുളകും ചേർത്ത് കുറച്ച് തേങ്ങയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. കറിവേപ്പിലയും ചേർത്ത് ഒരു ബ്രൗൺ കളറ് നിറം വരുന്നത് വരെ വറുത്തെടുക്കണം. വറുത്തെടുത്ത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മമ്പയറും ബപ്പങ്കായിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. യോജിപ്പിച്ച മമ്പയറും ബപ്പങ്കായും എലിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.